ഹായ് വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. ഇന്ന് യൂട്യൂബിൽ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ നമ്മൾ യൂട്യൂബ് കാണുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് നെറ്റ് നഷ്ടമാവുന്നത് അല്ലേ. നമുക്ക് ഡാറ്റ വളരെ പെട്ടെന്ന് തീർന്നു പോകാറുണ്ട്. ഒരു ഉച്ചയാകുമ്പോഴേക്കും നെറ്റ് തീർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് വളരെ നല്ലൊരു പരിഹാരമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ നെറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ നെറ്റ് വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നത് എസ്പെഷ്യലി നമ്മൾ വാട്സപ്പും അതുപോലെ തന്നെ യൂട്യൂബും കാണുന്ന സമയത്താണ്. അപ്പൊ യൂട്യൂബിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്ലേ സ്റ്റോർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയതിനു ശേഷം നിങ്ങൾ ഒന്ന് പ്ലേ സ്റ്റോറിൽ നമ്മുടെ യൂട്യൂബ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ കണ്ടില്ലേ, ഇതേപോലെ അപ്ഡേറ്റ് കാണിക്കും. ആ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ വരും. ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞുതരാം എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മൾ സാധാരണ വീഡിയോസ് കാണുന്ന സമയത്ത് നമുക്ക് ചെറിയ ടൈപ്പ് വീഡിയോസ് കാണാറുണ്ട്, അതുപോലെ തന്നെ ലെങ്ത് ഉള്ള വീഡിയോസ്, ഫിലിംസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ല, അതിന്റെ തൊട്ട മുകളിൽ ആ ഗിയർ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഡാറ്റ സേവിങ്. അതായത് നമുക്ക് യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് ഡാറ്റ ലാഭിക്കാനുള്ള ഓപ്ഷനാണ് ഡാറ്റ സേവിങ്സിൽ ഉണ്ടാവുക. ആ ഡാറ്റ സേവിങ്ങിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ ഡാറ്റ സേവിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറെ ഓപ്ഷൻസ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇനി മുതൽ നമുക്ക് ഒരു പുതിയൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ കാണുന്നത്, ഇവിടെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കും നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം. ഇവിടെ കണ്ടില്ലേ, സെലക്ട് ക്വാളിറ്റി ഫോർ എവറി വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ എനേബിൾ ചെയ്യാണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ അത് എനേബിൾ ചെയ്ത് വെച്ചു. ഇനി എനേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം ഞാനൊന്ന് ബാക്ക് ചെയ്തതിന് ശേഷം എന്റെ തന്നെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം യൂട്യൂബിൽ നിന്ന് സ്ട്രൈക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ തന്നെ വീഡിയോ എടുക്കുന്നത്. ഞാൻ എന്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, എത്രത്തോളം നമുക്കത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്റെ തന്നെ വീഡിയോ ഞാൻ ഇവിടെ എടുത്തു. അത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ഏതൊരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്തും ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കുമ്പോഴേക്ക് കണ്ടില്ലേ ഈ ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം MB നഷ്ടമാവും എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണിക്കും. ഇവിടെ കണ്ടില്ലേ, ഓട്ടോ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 9.1 MB നഷ്ടമാവും എന്ന് പറയുന്നുണ്ട്. ഹൈ പിക്ചർ ക്വാളിറ്റിയിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ 13 MB നഷ്ടമാവും എന്ന് പറയുന്നുണ്ട്. ഡാറ്റ സേവർ മോഡിലാണെങ്കിൽ നമുക്ക് 3.7 MB നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണ് കാണേണ്ടത്, ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ സേവിംഗ് മോഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ വീഡിയോ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ റെസൊല്യൂഷനിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഓട്ടോയിലാണ് വേണ്ടതെങ്കിൽ ഓട്ടോയിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്, അതായത് യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത്, വലിയ വലിയ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് നെറ്റ് വളരെയധികം ലാഭിക്കാൻ വേണ്ടി സാധിക്കും. ഈ